ട്രാഫിക്, ചാപ്പാക്കുരിശ് ആൻഡ് ഉസ്താദ് ഹോട്ടൽ. ഈ 3 മൂവിയുടെയും പ്രൊഡ്യൂസേഴ്സ് യാ വിത്ത് മീ ആൻഡ് ലിസ്റ്റൻ സ്റ്റീഫൻ. ഇപ്പൊ ട്രാഫിക്കിന് വേണ്ടിയിട്ട് ഒരുപാട് തമിഴ് സൂപ്പർ സ്റ്റാർസിനെ കണ്ടു അല്ലേ? കണ്ടിട്ടുള്ള സ്റ്റാർസിന്റെ പേര് പറയൂ. 1, 2, 3. ഇപ്പൊ കമലഹാസൻ കണ്ടിട്ടുണ്ട്, സൂര്യ, കാർത്തിക്, വിജയ്, അങ്ങനെ ഒത്തിരി പേര്. ഇപ്പൊ ആര്യ. ഇവരൊക്കെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ഒരുപാട് കാത്തു നിൽക്കണം? ഇല്ല, അങ്ങനെയൊന്നും എനിക്ക് വന്നിട്ടില്ല. എങ്ങനെ ഇവരെയൊക്കെ അപ്രോച്ച് ചെയ്തത്? അല്ല, ഇവരൊക്കെ ഭയങ്കര റെസ്പെക്ട് അർഹിക്കുന്നവരാണ്. കാരണം ഇവരൊക്കെ ഭയങ്കര സിമ്പിൾ ആണ്. കമൽഹാസനെ കണ്ട സ്റ്റോറി എങ്ങനെ? അല്ല, അദ്ദേഹം ഈ പടം കാണും ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായി. അങ്ങനെ ട്രാഫിക് സിനിമ. കമൽഹാസൻ ആയിരുന്നു ശ്രീനിവാസൻ ആവേണ്ടിയിരുന്നത് അല്ലേ? അല്ലല്ല, അത് റഹ്മാന്റെ വേഷമാണ് കമൽഹാസൻ ചെയ്യാൻ വേണ്ടിയിരുന്നത്. കമൽഹാസനായിട്ട് തന്നെ അഭിനയിക്കാനായിരുന്നു പുള്ളി തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ വിളിച്ചു. അപ്പോൾ അവിടുത്തെ ഓഫീസിൽ നമ്മളെ വിളിച്ചു. നമ്മൾ നേരിട്ട് പോയി കണ്ടു, സംസാരിച്ചു. അപ്പം ഞാനുമായിട്ട് പുള്ളി സംസാരിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് 2 പേർ കൂടെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾ ഒരു ടൈപ്പിൽ 2 പേരോടെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. അതെ, അങ്ങനെ തന്നെയാണ് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോയതും ചർച്ചകൾ നടന്നു. അപ്പോൾ ഞങ്ങൾ ഒരു 8-10 പ്രാവശ്യം മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നീട് ഇപ്പോൾ കമൽഹാസന്റെ തന്നെ പുതിയ പടമായ വിശ്വരൂപത്തിന്റെ തിരക്കിൽ പുള്ളി പെട്ടുപോകും. പിന്നെ കറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റാതെ വരും. ഞാനായിട്ട് തന്നെ ബൈക്കൗട്ട് ചെയ്യുക. കമൽഹാസൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു പുള്ളിക്ക് ഈ സിനിമ ഇപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആഗ്രഹം. കാരണം ഇപ്പൊ ട്രാഫിക്കിന്റെ എഡിറ്ററാണ് കമൽഹാസന്റെ പടമായ വിശ്വരൂപത്തിന്റെ എഡിറ്റർ. അപ്പൊ പുള്ളിയോട് ഇപ്പോഴും കമൽഹാസൻ ഈ പടത്തിന്റെ കാര്യം പറയാറുണ്ടായിരുന്നു. അതിനടുത്ത് സൂര്യ. ട്രാഫിക്കിൽ ഇപ്പൊ ഒരു ഗസ്റ്റ് റോള് ഇപ്പൊ സൂര്യ ചെയ്തേക്കും. സൂര്യ അല്ല, കാർത്തി അല്ല, കമൽഹാസൻ അല്ല. പക്ഷെ മലയാളത്തില് ഇവരെക്കാളൊക്കെ വലിയൊരു ആക്ടർ ഉണ്ട്, തിലകൻ. इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है. കേരളം മൊത്തം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. Now tell me, ഉസ്താദ് ഹോട്ടൽ ഉസ്താദിനെ കുറിച്ച് ആസ് എ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ എന്താ പറയാ? പുള്ളി ഭയങ്കര ഡെഡിക്കേഷൻ ആണ്. പുള്ളിയുടെ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ല, അങ്ങനെയല്ല, എനിക്ക് രാവിലെ ഒരു 9:30 കഴിയുമ്പോഴേ ഉള്ളൂ ഷൂട്ടിങ്ങിന് വരാനായിട്ട്. 9:10 മണിയാകുമ്പോഴേ ഉള്ളൂ ഷൂട്ടിങ്ങിന് വരാനായിട്ട് പറ്റുള്ളൂ. ഒരു വൈകിട്ട് ഇത്ര നേരം വരെ ഉള്ളൂ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം. വേറെ ഒന്നും കൊണ്ടിട്ടല്ല, പുള്ളിയുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രോബ്ലംസ് കാരണമാണ് പുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞുള്ളൂ. ഭയങ്കര കോപ്പറേഷൻ ആയിരുന്നു ഈ പടമായിട്ട് ബന്ധപ്പെട്ട്. സ്റ്റാർ ജാമിൽ അദ്ദേഹത്തിന് വേണ്ടി ലെറ്റ്സ് പ്രേ ഫോർ എ സെക്കൻഡ്. ഓരോ സുലൈമാനിയിലും ഒരു തിലകനുണ്ട്. ക്ലബ് FM ൽ ലെറ്റ് മീ പ്ലേ ദ നെക്സ്റ്റ് ട്രാക്ക്, ടൺ കണക്കിന് ഫൺ. നമ്മൾ 10 കണക്കിന് ഫൺ എന്നുള്ള റൗണ്ടിലേക്ക് പോകണം. എന്റെ കൂടെ ഉണ്ട് ലിസ്റ്റൻ സ്റ്റീഫൻ. ആർ യു റെഡി? യെസ്. 10 ക്വസ്റ്റ്യൻ ചോദിക്കും. സേ ട്രൂ ഓർ ഫാൾസ്. ഓക്കെ. ആൻഡ് വൈ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഏതെങ്കിലും നടി മാനേജറിനോട് കഥ പറയൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ആ നടിയെ കാസ്റ്റ് ചെയ്യില്ല. ട്രൂ ഓർ ഫാൾസ്? കാസ്റ്റ് ചെയ്യില്ല. ട്രൂ. കാര്യം നമുക്കൊരു മാനേജറോട് ഒരു കഥ പറഞ്ഞിട്ട് അവരുടെ അനുഭവത്തോടുകൂടി ഒരു സിനിമ ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്കില്ല. അതുകൊണ്ടിട്ട് തന്നെ. അങ്ങനെ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? റൂമേഴ്സ് ഉണ്ടായിട്ടുണ്ട്, ചില നടിമാർ മാനേജേഴ്സിനോട് കഥ പറയുന്നുണ്ട്. അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്റെ അനുഭവത്തിൽ നമുക്കുണ്ടായിട്ടില്ല. മലയാള സിനിമയിൽ പ്രൊഡ്യൂസേഴ്സിനെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് ചാനലിൽ വിവാദം ഉണ്ടാവുമ്പോൾ അത് ശ്രദ്ധിക്കാറുണ്ടോ? ജസ്റ്റ് അങ്ങനെ കേട്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അനുഭവം വന്നിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ആക്ടിംഗ് പഠിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, ഡയറക്ഷൻ അസിസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്, പ്രൊഡ്യൂസിംഗ് എന്ത് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്? സിനിമ അറിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. എല്ലാ കാര്യങ്ങളും സിനിമയുടെ ഓൾ ഇൻ ഓൾ. അതെങ്ങനെയാണ് ലിസ്റ്റിൻ പഠിച്ചത്? കുറെ നമ്മൾ കേട്ടുള്ള അറിവോടുകൂടി നമ്മൾ സിനിമ ചെയ്യും. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു കണക്ഷൻ ഇല്ലാണ്ട് സിനിമയ്ക്കകത്ത് വന്നു. പുറത്തു നിന്ന് കേൾക്കുന്ന പല കഥകളും പൊള്ളയാണ്. ട്രൂ ഓർ ഫാൾസ്? അത് ട്രൂ. എന്തൊക്കെയാണ് പുറത്തുനിന്ന് കേട്ടിട്ടുള്ളത്? അത് ഞാൻ ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ ഞാൻ രഹസ്യമായിട്ട് പറയാം. എന്നാലും ഈ പുറത്തുനിന്ന് പറയുന്ന റൂമേഴ്സ് പെൺകുട്ടികൾക്ക് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പാടില്ല, ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് പുറത്തു നിന്ന് കേൾക്കുന്ന പോലെയാണോ അകത്തു നിന്ന് വന്നപ്പോൾ? അങ്ങനെയൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്, പക്ഷെ അതൊക്കെ വെറും തെറ്റാണ്, ചുമ്മാ കേൾക്കുന്നതാണ്, ഫാൾസ് ആണ്. ഇപ്പോഴും ഇൻഡസ്ട്രിക്ക് അകത്ത് ലവ് സ്റ്റോറീസ് നടക്കുന്നുണ്ട്. ട്രൂ ഓർ ഫാൾസ്? അത് ട്രൂ. ആണോ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. അത് ശരി. ആക്ടേഴ്സിനെക്കാളും റിച്ച് പ്രൊഡ്യൂസേഴ്സ് ആണ് സത്യത്തിൽ. ശരിയോ തെറ്റോ? അത് തെറ്റാണ്. ഇപ്പോ പ്രൊഡ്യൂസേഴ്സിനേക്കാളും വലിയവരാണ് ആക്ടേഴ്സ്. ഇപ്പോ ഇനി ഒരു വലിയ വിവാദത്തിന്റെ ചുരുളടിക്കാൻ പോവാണ് ഞാൻ. ഇന്ത്യയിൽ കോടിക്കണക്കിന് രൂപയുടെ ബ്ലാക്ക് മണി ഉണ്ടെന്ന് പറയുന്നു. ഈ ബ്ലാക്ക് മണി എല്ലാം സിനിമയിലൂടെയാണ് ഒഴുകുന്നതെന്ന് രജനീകാന്തിന്റെ സിനിമകളിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓക്കെ. എന്റെ ക്വസ്റ്റ്യൻ, ലിസ്റ്റൻ സ്റ്റീഫൻ ബ്ലാക്ക് മണി കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ട്രൂ ഓർ ഫാൾസ്? എനിക്ക് ബ്ലാക്ക് മണി കിട്ടിയിട്ടില്ല. ഞാൻ ലിസ്റ്റിന്റെ കാര്യമല്ല ചോദിച്ചത്, അല്ലെങ്കിൽ ജനറലി അങ്ങനെയൊക്കെ കേൾക്കുന്നതൊക്കെ ജനറലി കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനുമായിട്ട് ബന്ധപ്പെടുന്നവരെ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് 10 കണക്കിന് ഫൺ ഓൺ ക്ലബ് FM സ്റ്റാർ ജാം. 10 കണക്കിന് ഫൺ. You are under arrest. And ഇന്നൊരു മലയാള സിനിമയിലെ പ്രൊഡ്യൂസറിനാണ് ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. And he is ലിസ്റ്റൻ സ്റ്റീഫൻ. Here we go. Very simple. രാജേഷ് പിള്ളയുടെ അടുത്ത് ഞാൻ ഒരിക്കൽ ചോദിച്ചിരുന്നു ട്രാഫിക്കിനെ കുറിച്ച്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു, ട്രാഫിക്കിന് ഒരു കാലത്ത് പ്രൊഡ്യൂസറിനെ കിട്ടിയില്ലായിരുന്നു എന്ന്. 5, 6, 7 പേരെ പോയി കണ്ടു. എന്നിട്ട് അവരെല്ലാം വേണ്ടാന്ന് വെച്ചൊരു സിനിമയാണ് പിന്നീട് ലിസ്റ്റൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്തത്. എന്തുകൊണ്ടാണ് പിന്നെ ലിസ്റ്റൻ സ്റ്റീഫൻ 5-6 പേരും വേണ്ടാന്ന് വെച്ച പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാന്ന് തോന്നിയത്? സഞ്ജയ് ഇതിന്റെ അകത്ത് ഒരു കഥ പറയും, ഇത് നറേറ്റ് ചെയ്ത രീതിയും പിന്നെ ഇതിന്റെ ഒരു ക്ലൈമാക്സ്, അതിന്റെ ഒരു സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിലൊരു
ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞാൻ സിനിമ കമ്മിറ്റ് ചെയ്തത്. പിന്നെ ചെറിയ റിസ്കുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം നമ്മൾ തരണം ചെയ്തു. അല്ല, ആക്ച്വലി ഞാൻ ട്രാഫിക് അല്ല ആദ്യമായിട്ട് നിർമ്മിക്കാൻ ഇട്ടിരുന്ന സിനിമ. അൻവർ റഷീദ് സംവിധാനം ചെയ്യുന്ന സിനിമ തന്നെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നത്. പക്ഷെ അൻവർ റഷീദ് കഥ ഒന്നും സ്യൂട്ട് ആവാത്തോണ്ടിട്ട് ഇങ്ങനെ കുറെ ഡിലേ ആയി പോയി. അങ്ങനെയാണ് ട്രാഫിക്കിന്റെ കഥ കേൾക്കുന്നു. അങ്ങനെ അൻവറിനോട് തന്നെ ഞാൻ പറഞ്ഞു, അണ്ണാ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്, എങ്ങനെയാ നീ ധൈര്യമായിട്ട് ചെയ്യും അന്നും എന്നോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായത്. ആദ്യമായിട്ട് പടം പിടിക്കാൻ പോയപ്പോ വേണ്ടെന്ന് പറഞ്ഞവര് ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. അതൊരു കോമഡിയാണ്. വിജയിച്ചവരെ മാത്രമേ ഉള്ളൂ എടുത്തു കാട്ടുന്നുള്ളൂ, തോൽവി അറിഞ്ഞവരെ ആരെയും കാണുന്നില്ല. അപ്പൊ അതുകൊണ്ടിട്ടാണ് നിന്നോട് ഇപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിനക്ക് മനസ്സിലാവത്തില്ല, അത് നിന്റെ പ്രായത്തിന്റെ ആയിരിക്കാം, അങ്ങനെയൊക്കെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പ്രായം കുറവാണ്, പക്വതയില്ലായ്മയാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളി പറയുമ്പോൾ എന്താ ലിസ്റ്റിന് തിരിച്ച് അവരോട് പറയാനുള്ളത്? അവരോടൊന്നും പറയാനില്ല, നമ്മൾ കാട്ടി കൊടുക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അല്ലേ, ലിസ്റ്റിന്റെ ലൈഫ് എന്താണ് ലിസ്റ്റിനെ മുന്നോട്ട് കൊണ്ടുവന്നത്? നമ്മളെല്ലാവരും നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ ശ്രമിക്കുന്നത്. അല്ലേ, നമ്മളിപ്പോൾ ഞാനാണേലും പരീക്ഷ എഴുതുമ്പോൾ ഡിസ്റ്റിങ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പരീക്ഷ എഴുതി. എനിക്കന്ന് സെക്കൻഡ് ക്ലാസ്സേ ഉള്ളൂ, പക്ഷെ അതുകൊണ്ടിട്ട് ഞാൻ ഒരു ഹാപ്പി കുറവും ഇല്ലായിരുന്നു. ഞാൻ അതിലും വളരെ ഹാപ്പിയാണ്. ഇനിയിപ്പോൾ ജസ്റ്റ് പാസ്സായുള്ളെങ്കിലും ഞാൻ വളരെ ഹാപ്പിയാണ്. പഠിച്ചത് ഞാൻ ഒരു കൊല്ലം സെമിനാരിൽ പോയി 10th കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് നേരെ വന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതുക്കപ്പുറം ഞാനിവിടെ ഡിഗ്രി ആയിരുന്നു. ഡിഗ്രിയിൽ എന്തുണ്ട്? ഒന്നുമില്ല, ഡിഗ്രി ഉണ്ട്. ക്ലബ് FM സ്റ്റാർ ജാം ടൺ കണക്കിന് ഫൺ. നമ്മള് സ്റ്റാർ ജാം എന്നുള്ള ഷോ ക്ലോസ് ചെയ്യാൻ പോവാണ്. എന്റെ കൂടെ ഉണ്ട് മലയാളത്തിലെ യങ് പ്രൊഡ്യൂസർ, 3 ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്തു, 3 ഹിറ്റായി. ആൻഡ് ഹി ഈസ് ലിസൺ. വെൽക്കം ബാക്ക് ടു ദി ഷോ. താങ്ക് യു. ഒരു കാലത്ത് മലയാള സിനിമ മുഴുവനും ചീത്ത പറഞ്ഞ ഒരാളെ കുറിച്ച് ഞാൻ പറയാം. അയാൾ സ്വന്തം കഥയുമായിട്ട് വരികയാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുമോ എന്ന് പറയണം. ദാറ്റ്സ് മൈ ഫൈനൽ ക്വസ്റ്റ്യൻ. സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ്. തീർച്ചയായിട്ടും. ഞാൻ സന്തോഷ് പണ്ഡിറ്റിനെ ഇന്ന് മീറ്റ് ചെയ്തേ ഉള്ളൂ. ഇന്നാണ് ഞാൻ അദ്ദേഹത്തെ മീറ്റ് ചെയ്തത്. ഇന്ന് ആനുവൽ മീറ്റിംഗ് ആയിരുന്നു. അല്ല, പുള്ളി പറഞ്ഞു നല്ല സിനിമയൊക്കെ വരുവാണെങ്കിൽ നമ്മളെ ഒന്ന് വിളിക്കണം കേട്ടോ എന്ന് എന്നോട് പുള്ളി പറഞ്ഞു. അപ്പൊ ഞാൻ പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു പാട്ടുണ്ടായിരുന്നു ഈയിടെ ഇറങ്ങിയ, ഗംഗാജലം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പാട്ട്. അപ്പൊ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഉള്ള പാട്ടാണോ ഇന്ന് വേണ്ടതെന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു ഇന്നിറങ്ങുന്ന കൊലവറിയും അല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങുന്ന ഒരു പാട്ടുണ്ടല്ലോ, അമ്മായി അപ്പം ചുട്ടു മരുമോൻ മരിച്ചുപോയോ എന്നൊക്കെ കണ്ടിട്ടൊക്കെ പറയുന്നത്. അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചു. അല്ല, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളത്. പുള്ളിയോട് അങ്ങനെയാണ് പുള്ളിനെ പരിചയപ്പെട്ടത്. സൂപ്പർ സ്റ്റാർ ആള് പാവമാണോ? ആള് വളരെ പാവമാണ്. എനിക്ക് അങ്ങനെ തോന്നിയത്. സന്തോഷ് പണ്ഡിറ്റ് ഒരു കഥയുമായിട്ട് വന്നാൽ ലിസൺ ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഇപ്പൊ ഈ ഷോ കഴിയത്തില്ലേ, നമുക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ. Well, let's close the show. Thank you so much. Thank you. And Club FM ൽ ഇപ്പൊ ഈ ഷോ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ലിസ്റ്റിന് എന്താ സമ്മാനം കൊടുക്കുക? ഓക്കെ, ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിൽ ഉസ്താദ് ഹോട്ടൽ എന്ന് സിനിമയിൽ കാണുന്ന ഒരു ബോർഡ് ഉണ്ട്. അപ്പൊ പോസ്റ്റേഴ്സിലും ഫ്ലെക്സിലും എല്ലാത്തിലും ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോർഡ് ഉണ്ട്. ആ ഉസ്താദ് ഹോട്ടലിന്റെ ആ ബോർഡ് ഞാൻ സമ്മാനമായിട്ട് തരും. പോരെ? ആ ബോർഡ് ഇപ്പൊ എവിടെയുണ്ട്? അത് നമ്മുടെ ഓഫീസിൽ ഇരിപ്പുണ്ട്. അത് ഞാൻ വന്ന് മേടിക്കട്ടെ? ഇത് ഇപ്പൊ തന്നെ എന്റെ കൂടെ പോരെ? ഫാന്റാസ്റ്റിക്. സോ ഉസ്താദ് ഹോട്ടലിന്റെ നെയിം ബോർഡാണ് സമ്മാനമായിട്ട് തരാൻ പോകുന്നത് ഇന്ന് ക്ലബ് FM ഈ ഷോ കേൾക്കുന്നവർക്ക്. ബിഫോർ ദാറ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് ഉള്ള പേരിൽ ഞാൻ ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഉസ്താദ് ഹോട്ടലിനെ പറ്റിയല്ല, നമ്മുടെ എന്നെ ഞാനാക്കിയ സിനിമ